പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി എഴുതിയിരിക്കുന്ന കാര്യമാണ് അഹങ്കാരി അവൻ ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന് പറയുന്നത്. അഹങ്കാരം തുടങ്ങുമ്പോൾ 10:12 അഹങ്കാരം തുടങ്ങുമ്പോൾ അവൻ കർത്താവിൽ നിന്നും അകലുന്നു, ഹൃദയം അവന്റെ സ്രഷ്ടാവിനെ പരിത്യജിക്കുന്നു. ഇനി ശ്രദ്ധിക്കണം, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതുകൊണ്ടാണ് മറ്റെല്ലാ പാപങ്ങളും അഹങ്കാരത്തിൽ അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കാൻ തുടങ്ങും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ വിശേഷം നശിപ്പിക്കുന്നു. കണ്ടോ, അഹങ്കാരിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന്റെ മേൽ അപൂർവമായ, ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദുരന്തങ്ങളും അസ്വസ്ഥതകളും അവന്റെ ജീവിതത്തിലും കുടുംബത്തിലും അയച്ചിട്ട് അവനെ വിശേഷം നശിപ്പിക്കുന്നു. കാരണം അവൻ അഹങ്കരിക്കുന്നു, ദൈവത്തെ തള്ളിക്കളഞ്ഞു. ദൈവമില്ലാത്തവനെ ദൈവിക സംരക്ഷണം കിട്ടും. അഹങ്കാരം തലകേറ്റ് കയറുമ്പോ അതിന്റെ ലക്ഷണം എന്താണെന്നറിയാമോ? അഹങ്കാരി അവൻ സത്യത്തെ നിരന്തരം നിഷേധിച്ചുകൊണ്ടിരിക്കും. സത്യത്തെ നിഷേധിക്കും. സത്യമാണെന്ന് സത്യമാണ്, എന്നാൽ അത് സംഭവിക്കില്ല. അവനറിയാം പാപജീവിതത്തിന് ശിക്ഷയുണ്ടെന്ന് അവനറിയാം. ദാമ്പത്യ അവിശ്വസ്തത തെറ്റാണെന്ന് അറിയാം. എന്റെ ജീവിത പങ്കാളിയോടും എന്റെ മക്കളോടും ദൈവം എനിക്ക് ധാരാളമായി തന്ന എന്റെ മക്കളോടും ഞാൻ കാണിക്കുന്ന ക്രൂരതയാണ് വ്യഭിചാരമെന്നും ദാമ്പത്യ അവിശ്വസ്തതയെന്നും അറിയാം. എന്നാലും ആ സത്യതകൾ നിഷേധിച്ചു കളയും. എന്റെ തലമുറകൾക്കും എന്റെ ഭാവി ജീവിതത്തിലും ചേരാത്തതാണ് എന്റെ യൗവനത്തിൽ ഞാൻ താലോലിച്ചുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛപാപങ്ങൾ. എനിക്ക് ജനിക്കാൻ വിദൂര ഭാവിയിൽ എന്റെ ദാമ്പത്യത്തിൽ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പോലും മലിനമാക്കുന്ന ഭാവത്തിലാണ് ഞാൻ ഇന്നായിരിക്കുന്നതെന്ന് സ്വയംഭവത്തിലും സ്വവർഗരതിയിലും ഭൂമിയിലും മ്ലേച്ഛപാപങ്ങളുടെയും അടിമത്തത്തിൽ കിടക്കുന്ന ഒരു യൗവനത്തിൽ അറിയാൻ അവൻ പാപത്തിലാണ്. അവന്റെ ശരീരത്തിൽ വൈറസ് ഉണ്ടെന്ന്, അസുഖ വൈറസ് ഉണ്ടെന്ന് അവൻ അറിയാൻ പാടില്ല. പക്ഷേ സത്യത്തെ നിഷേധിച്ചു കളയും. എന്റെ ഭാവത്തിൽ എനിക്ക് ശിക്ഷയുണ്ടെന്ന് എനിക്ക് തെറ്റാണെന്നറിയാം. കൊലപാതകം തെറ്റാണെന്ന് അറിയാൻ പാടില്ല. എത്ര പേര് എത്തുന്നുണ്ട് അറിയാം. അറിയത്തില്ലെങ്കിൽ കൊലപാതകം ചെയ്ത് കഴിയുമ്പോൾ ജയിലിൽ കൊണ്ടുവരും. അപ്പൊ അറിയാം അത് തെറ്റായിരുന്നു അല്ലേ? ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരും കർത്താവ് കണക്കിൽ വിധിക്കുന്ന സമയത്ത്. വ്യഭിചാരം തെറ്റാണെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. തെറ്റാണെന്ന് അറിയാം എന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദ്യപാനം, പുകവലി, ലഹരി, ഇതൊക്കെ ശരീരത്തെ നശിപ്പിക്കുന്ന പാപമാണെന്ന് വചനം പറയുന്നു. 1 പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവാത്മാവിന്റെ ആലയങ്ങളാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതിനാൽ ശരീരത്തെ നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇതറിയാം, ഇതൊരാത്മാവിനറിയാം. പലവട്ടം കേട്ടിട്ടുള്ളതാണ്, ഈ സത്യം അറിയാവുന്നതാണ്. എന്നിട്ടും ശരീരത്തിൽ മ്ലേച്ഛ പാപങ്ങൾ അനുവദിച്ചുകൊണ്ട് ഈ സത്യത്തെ ബോധപൂർവ്വം നിഷേധിക്കുന്നവരാണ് നമ്മൾ പലരും. ഇത് അഹങ്കാരമാണ്. അഹങ്കാരിയാണ് സത്യത്തെ അറിഞ്ഞിട്ട് സത്യത്തെ നിഷേധിക്കുന്നത്.